ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ഹിന്ദി ട്യൂട്ടർ സുഗന്ധി ബോസ്. അപ്പോൾ ഇന്ന് നമ്മൾ BSc ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോണത്. അതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ സഞ്ചാർ ഓർ രചന, സഞ്ചാർ ഓർ രചന, ഈ ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെസനാണ് മൗലിക് അധികാർ ഓർ കർത്തവ്യ. അപ്പോൾ മൗലിക് അധികാർ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ലെസൺ ഒരു 4 പേജ് 3.5 പേജിൻ്റെ ഒരു ലെസനാണ്. നമുക്ക് വായിക്കുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടൊക്കെ ആയിട്ട് തോന്നും. അത് കാരണം ഞാൻ വേർഡിൻ്റെ എല്ലാത്തിൻ്റെയും മീനിങ്സ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. പ്ലസ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടല്ലോ, അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് വെക്കാം ഈ എന്താ പറയുക വീഡിയോയുടെ ലാസ്റ്റിൽ കേട്ടോ. പക്ഷെ എന്തായാലും നമുക്ക് ലെസൺ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ പാരഗ്രാഫ്സ് വായിക്കും, പിന്നെ അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞുതരും. പിന്നെ പരമാവധി എനിക്ക് മലയാളത്തിൽ പറയാൻ പറ്റുമോ വെച്ചാൽ അങ്ങനെയും ചെയ്തു തരാം. ബിക്കോസ് എനിക്ക് ഈ ഭയങ്കര ടഫ് വേർഡ്സിൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് ശരിക്കും പറയാൻ അറിയില്ല. സോ ഞാൻ ഭയങ്കര സിമ്പിൾ ഇംഗ്ലീഷിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ഫസ്റ്റാണ് ഭാരത് കാ സംവിധാൻ, कॉन्स्टिट्यूशन ऑफ इंडिया. भारत का सर्वोच्च विधान है जो संविधान सभा द्वारा 26 नवंबर 1949 को पारित हुआ तथा 26 जनवरी 1950 में प्रभावी हुआ. 26 नवंबर भारत के संविधान दिवस के रूप में घोषित किया गया, जबकि 26 जनवरी का दिन भारत में गणतंत्र दिवस के रूप में मनाया जाता है. भारत के संविधान का मूल आधार भारत सरकार अधिनियम 1935 में माना जाता है. भारत का संविधान विश्व के किसी भी गणतांत्रिक देश का सबसे लंबा लिखित संविधान है. അപ്പോൾ ഞാൻ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബുക്സ് കയ്യിൽ വെച്ചിട്ട് ഞാൻ വായിക്കുമ്പോൾ എന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഭാരത് കാ സംവിധാൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. Constitution of India was passed on 26th November 1949 and it came to effect from 26th January 1950. 26th November 1949 is celebrated as Constitution Day and 26th January 1950 is celebrated as Republic Day. The base of Constitution of India is the Act of 1935 of Government of India. Indian Constitution is the longest written constitution in the world. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അർത്ഥം. ഇതിലത്തെ കുറേ വേർഡ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞ പോലെ മീനിങ്സിൽ വേർഡും മീനിങ്ങുമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. भारतीय संविधान सभा के लिए जुलाई 1946 में निर्वाचन हुए थे. भारतीय संविधान सभा के लिए जुलाई 1946 में निर्वाचन हुए थे. संविधान सभा की पहली बैठक दिसंबर 1946 को हुआ था. इसके तत्काल बाद देश 2 भागों भारत और पाकिस्तान में बंट गया था. संविधान सभा भी 2 हिस्सों में बंट गई, भारत की संविधान सभा और पाकिस्तान की संविधान सभा. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൻ്റെ അർത്ഥമാണ് an election was conducted in the year 1946 for the formation of Constitution of India. The first meeting was held in the month of December 1946. Soon after this, India was divided into 2, India and Pakistan. Even Constitution Committee was divided into 2, Constitution of Indian Committee and Committee for Constitution of Pakistan. Next paragraph. भारतीय संविधान लिखने वाली सभा में 299 सदस्य थे, जिसके अध्यक्ष डॉक्टर राजेंद्र प्रसाद थे. संविधान सभा में 26 नवंबर 1949 में अपना काम पूरा कर लिया.
और 26 जनवरी 1915 को यह संविधान लागू हुआ। इसी दिन के याद में भारत में हर वर्ष 26 जनवरी को गणतंत्र दिवस के रूप में मनाते हैं। भारतीय संविधान को पूर्ण रूप से तैयार करने में 2 वर्ष 11 महीने 18 दिन का समय लगा। थर्ड पैराग्राफ പറയുന്നത് there were 299 members for the formation of Indian Constitution and the chairman was Dr. Rajendra Prasad. Dr. Rajendra Prasad നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലത്തെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. The chairman was Dr. Rajendra Prasad. Constitution Committee finished its work on 26 November 1949 and Indian Constitution came into effect from 26 January 1950, which is celebrated as Republic Day. The completion of Indian Constitution took 2 years, 11 months and 18 days. Next paragraph. भारतीय संविधान में वर्तमान समय में भी केवल 470 अनुच्छेद तथा 12 अनुसूचियां हैं और ये 25 भागों में विभाजित है, परंतु इसके निर्माण के समय मूल संविधान में 395 अनुच्छेद थे जो 22 भागों में विभाजित थे और इसमें केवल 8 अनुसूचियां थी. तो ഇതിൽ പറയുന്നത് currently Indian Constitution has 470 articles, 12 schedules and is divided in 25 parts. But originally it was 395 articles, 8 schedules and 22 divisions. Next വരുന്നത് संविधान सभा के प्रमुख सदस्य, की members of Constitution of India. Constitution Committee, संविधान सभा के सदस्य भारत के राज्यों की सभाओं से निर्वाचित सदस्यों के द्वारा चुने गए थे. जवाहरलाल नेहरू, डॉक्टर राजेंद्र प्रसाद, सरदार वल्लभ भाई पटेल, श्याम प्रसाद मुखर्जी, अबुल कलाम आज़ाद आदि इस सभा के प्रमुख सदस्य थे. अनुसूचित वर्ग में से 3 से अधिक सदस्य इस सभा में शामिल थे. सच्चिदानंदन सिन्हा इस सभा के प्रथम सभापति नियुक्त किए गए थे, किंतु उनकी मृत्यु हो जाने के बाद डॉक्टर राजेंद्र प्रसाद को सभापति निर्वाचित किया गया था. The committee was formed through an election by the members of all states. Jawaharlal Nehru, Dr. Rajendra Prasad, सरदार वल्लभ भाई पटेल, श्याम प्रसाद मुखर्जी, अबुल कलाम आज़ाद etc. were the key members of the committee. More than 3 members were included from the scheduled caste. Sri Sachidanandan Sinha was appointed as the chairman of the committee, but after his death, Dr. Rajendra Prasad became the chairman. डॉक्टर भीमराव अंबेडकर को संविधान निर्माण करने वाली समिति का अध्यक्ष चुना गया था. संविधान सभा ने 2 वर्ष 11 महीने 18 दिन में कुल 166 दिन बैठक की. सभा की बैठकों में प्रेस और जनता को भी स्वतंत्रता से भाग लेने का छूट प्राप्त था. Dr. Bhimrao Ambedkar was made the chairman of the committee which was appointed for the formation of Constitution of India. The process took 2 years, 11 months and 18 days, which comes to 166 days as total. In the meeting, the view of common public and press also was considered. Next വരുന്നത് ड्राफ्टिंग कमेटी, मसौदा समिति. अगस्त 1947 में संविधान का मसौदा तैयार करने की जिम्मेदारी के साथ गठित
यह सबसे महत्वपूर्ण समिति, इसके 7 सदस्य थे। इसके अध्यक्ष डॉक्टर B.R. अम्बेडकर थे। In August 1947, a drafting committee was formed, and the chairperson of this committee was Dr. Bhimrao Ambedkar. मसौदा समिति के शेष सदस्य K.M. मुंशी, गोपाल स्वामी अयंगर, अलादी कृष्ण स्वामी अय्यर, सैयद मोहम्मद सज्जदुल्ला, सादुल्लाह, M. माधव राव B.M. मित्तर के स्थान पर और T.T. रामकृष्णन चारी D.P. खेतान के स्थान पर थे। The other members of the committee were A.K.M. मुंशी, गोपाल स्वामी अयंगर, अलादी कृष्ण स्वामी अय्यर, सैयद मोहम्मद सदुल्लाह, M. माधव राव replacing B.M. मित्तर, and T.T. रामकृष्णन replacing D.M. खेतान। अक्टूबर 1947 में दूसरे मसौदे के बाद फरवरी 1948 में भारत के संविधान का पहला मसौदा प्रस्तुत किया गया। In October 1947, second drafting was made within the committee members, and first draft was handed over to the Indian government in February 1948. अंतिम मसौदा 4 नवंबर 1948 को सदन में पेश किया गया। Last and final draft was given on 4th November 1948. संविधान सभा द्वारा 26 नवंबर 1949 को मसौदा प्रस्ताव पारित किया गया, and on 26 November 1948 the Constitution of India was passed. इस प्रकार 26 जनवरी 1950 को लघु नागरिकता चुनाव अंतिम संसद आदि के संबंधित कुछ प्रावधानों को छोड़कर संविधान 26 जनवरी 1950 को लागू हुआ। On 26 January 1950, it came into effect. Citizenship, election, interim government, etc. Some of the provisions were exempted. Next वरिंद मौलिक अधिकार और कर्तव्य। वरिंद भारत के संविधान में नागरिकों के लिए कई मौलिक अधिकार शामिल किए गए हैं। इन मौलिक अधिकारों की भारतीय संविधान केवल गारंटी ही नहीं देता, अपितु यह विश्व के अन्य संविधानों में पाए जाने वाले अधिकारों से अधिक व्यापक और स्पष्ट है। In Indian Constitution, many fundamental rights and duties are included. Indian Constitution's fundamental rights is the most clear in the world and has full guarantee. मौलिक अधिकार, फंडामेंटल राइट्स। मूल रूप में भारत के संविधान के भाग 3 से 7 में 7 मौलिक अधिकारों को शामिल किया गया था। इनमें संपत्ति का अधिकार शामिल था, जिसे 44th संविधान संशोधन द्वारा हटा दिया गया। अब केवल 6 मौलिक अधिकार हैं, जो इस प्रकार हैं। Originally, Indian Constitution's Part 3 had 7 fundamental rights, which included right to property also, but it was exempted in the 44th Amendment. Now it has only 6 fundamental rights. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. समानता का अधिकार, right for equality. स्वतंत्रता का अधिकार, right to freedom. शोषण के विरुद्ध अधिकार, राइट अगेंस्ट एक्सप्लॉयटेशन। भारतीय धार्मिक स्वतंत्रता का अधिकार,
राइट टू फ्रीडम ऑफ रिलीजन, संस्कृति और शिक्षा का अधिकार, कल्चरल एंड एजुकेशनल राइट्स, संवैधानिक उपचारों का अधिकार, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചോളൂ കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മൗലിക് കർത്തവ്യ. അപ്പോൾ മൗലിക് കർത്തവ്യ ഇതിൽ വന്നത് 1976 വന്നത്. 42nd സംവിധാൻ്റെ അമെൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതിലാണ് ഈ മൗലിക് കർത്തവ്യ കൊണ്ടു കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് संविधान का पालन करें और इसके आदर्शों, प्रतीकों व संस्थाओं जैसे राष्ट्रध्वज और राष्ट्रगान का आदर करें. To abide by the Constitution and respect its ideals and institutions, the national flag and the national anthem. ऐसे आदर्शों का अनुसरण करें जिन्होंने स्वतंत्रता के लिए हमारे राष्ट्र संघर्ष को प्रेरित किया है. To cherish and follow the noble ideas which inspired our national struggles for freedom. Third one, भारत की एकता और अखंडता की रक्षा करें. To uphold and protect the sovereignty, unity and integrity of India. फोर्थ वन, आवश्यकता पड़ने पर देश की रक्षा और राष्ट्र सेवा में स्वयं को समर्पित करें. Defend the country and render national service when called upon. फिफ्थ वन, भारत के सभी लोगों में धार्मिक, भाषाओं और क्षेत्रीय अथवा वर्ग विविधता को पार कर ब्रदरहुड ആണ് കേട്ടോ. അത് भ्रातृत्व और समरसता की भावना बढ़ाएं तथा स्त्रियों की गरिमा के प्रति अनादर व्यक्त करने वाली प्रथाओं का त्याग करें. നമ്മളത് വായിച്ചത് ഫിഫ്ത്താണ്. ഫിഫ്ത്ത്, ഡെവലപ്പിംഗ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറേ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം കുറേ സ്ത്രീകളെ ഓരോരോ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ എത്ര ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ പിന്നെ റിലീജിയസ് ആയിട്ട് നമ്മുടെ നാട്ടിലും കുറേ ഉണ്ടായിരുന്നല്ലോ. ബ്രാഹ്മിൺസ് വരുമ്പോൾ നീചജാതിക്കാർ അങ്ങോട്ട് മാറണം ഇങ്ങോട്ട് മാറണം, കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, അൺടച്ചബിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോർത്തിൽ സതീപ്രഥ ഉണ്ടായിരുന്നു. മീൻസ് ഭർത്താവ് മരിച്ച ആദ്യ ചിതയിൽ ഭാര്യനെ കൂടി കത്തിക്കുക. അല്ലെങ്കിൽ പിന്നെ ഘൂങ്കട്ട്, എപ്പോഴും ഈ വേൽ ഉപയോഗിക്കുക. അതൊക്കെ ഇപ്പം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്ത്രീകളെ വിരുദ്ധമായിട്ട് എന്ത് പ്രഥകൾ ഉണ്ടായിച്ചാൽ അതൊക്കെ ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിക്സ്താണ്, अपनी सामूहिक संस्कृति और गौरवशाली विरासत की रक्षा और उनका सम्मान करें. प्रिजर्व कंपोसाइट कल्चर ऑफ द कंट्री. सेवेंथ, प्राकृतिक पर्यावरण जिनमें वन, झील, वन എന്ന് പറഞ്ഞാൽ ജംഗൽ, झील എന്ന് പറഞ്ഞാൽ നദികൾ, നദിയാ, അതിനാട്ടും വലിയ നദി, റിവേഴ്സ്, और वन्यजीव എന്ന് പറഞ്ഞാൽ ആനിമൽസ് सम्मिलित हैं, उनकी रक्षा एवं सुधार करें तथा जीव जंतुओं के प्रति दया भाव रखें. ഇപ്പോൾ നമുക്കറിയാലോ ഓരോ ജീവജന്തുവിനെ നമ്മൾ കൊല്ലാൻ പാടില്ല, വന്യജീവ ജന്തുവിനെ നമ്മൾ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ വലിയ കേസ് വരും. സൽമാൻ ഖാൻ്റെ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ബ്ലാക്ക് ഹിറനെ കൊന്നതിൻ്റെ കേസ്. ഏത് വന്യ മൃഗങ്ങളെ നമ്മൾ കൊല്ലാൻ പാടില്ല. സോ ഇത് വരുന്നത് സെവൻത്ത്, പ്രിസർവ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. एट्थ, वैज्ञानिक दृष्टिकोण, मानववाद, जिज्ञासु प्रवृत्ति तथा सुधार की भावना को विकसित करें. डेवलप साइंटिफिक टेम्पर एंड ह्यूमैनिटी. പിന്നെ നയൻത്ത് വരുന്നത് सार्वजनिक सम्मति की रक्षा करें तथा हिंसा का परित्याग करें.
ഇപ്പോൾ 9th വരുന്നത് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അവോയ്ഡ് വയലൻസ്. പിന്നെ 10th വരുന്നത് വ്യക്തിഗത് और सामूहिक कार्यकलाप के हर क्षेत्र में उत्कृष्टता के लिए प्रयास करना ताकि देश उपलब्धियों एवं उद्यम के उच्चतर स्तरों को और निरंतर बढ़ सके. स्ट्राइव फॉर एक्सीलेंस इन all spheres of life. പിന്നെ 11th വരുന്നത് प्रत्येक माता पिता अथवा अभिभावक എന്ന് പറഞ്ഞ गार्डियन ആണ് കേട്ടോ, को अपने 6 से 14 वर्ष के बच्चों को शिक्षा का अवसर प्रदान करना चाहिए. ड्यूटी ऑफ ऑल पेरेंट्स गार्डियंस to send their children in the age group of 16 to 14 years to school. പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് प्रारंभ में 1976 में 10 मौलिक कर्तव्य निश्चित किए गए थे, लेकिन अब 11 हैं. अंतिम कर्तव्य 2002 में 86वें संशोधन तथा अनुच्छेद 21A के अंतर्गत शिक्षा के अधिकार के परिणामस्वरूप हुआ सूची में जोड़ा गया. അപ്പോൾ ആദ്യം 10 മൗലിക അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന शिक्षा प्रत्येक माता पिता अथवा अभिभावक को अपने 6 से 14 वर्ष के बच्चों को शिक्षा का अवसर प्रदान करना चाहिए. അപ്പോൾ ഇത് 1976 ഇത് ഇതിൽ വന്നത്. ഈ ഒരു അതും അല്ല 96 നമ്മൾ കണ്ടത് ഈ മൗലിക് കർത്തവ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ 2002 ഈ ഒരു പോയിന്റും കൂടി കൂട്ടിയത്. അതും 82nd അമെൻമെൻറ്റിലാണ് ഇത്. ഈ മീൻസ് കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കണം, 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശിക്ഷ നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ലെസന്. പിന്നെ